ബീഹാറിൽ ബി.ജെ.പി. ഏറ്റവും വലിയ ഒറ്റകക്ഷിയായെങ്കിലും ജെ.ഡി.യു കരുത്ത് കാട്ടിയതോടെ മുഖ്യമന്ത്രി സ്ഥാനം ബി.ജെ.പിക്ക് സ്വപ്നം മാത്രമാകും. നിതീഷ് കുമാറിന് പുറമെ ചിരാഗ് പാസ്വാനും കരുത്ത് കാട്ടിയതോടെ ബി.ജെ.പിക്ക് ഒറ്റയ്ക്ക് കാര്യങ്ങൾ തീരുമാനിക്കാൻ കഴിയില്ല. അതേസമയം പ്രശാന്ത് കിഷോറും അസദുദ്ദീനും ഒവൈസിയും വോട്ട് കട്ടറായതും എൻ.ഡി.എക്ക് ഗുണമായി. 2020 43 സീറ്റുകൾ മാത്രം നേടിയ ജെ.ഡി.യു ഇത്തവണ നിതീഷ് കുമാറിന്റെ തന്ത്രങ്ങളിൽ അതിശക്തമായ മുന്നേറ്റമാണ് നടത്തിയത്. ബീഹാറിൽ അധികാരത്തിലെത്തിയാൽ ജെ.ഡി.യുവിനെ ഹൈജാക്ക് ചെയ്യാനും മുഖ്യമന്ത്രി സ്ഥാനവും ലക്ഷ്യം വെച്ചിരുന്ന ബി.ജെ.പിക്ക് കാര്യങ്ങൾ അത്ര എളുപ്പമാകില്ല. ബി.ജെ.പി. ഏറ്റവും വലിയ ഒറ്റകക്ഷിയായെങ്കിലും നിതീഷ് കുമാർ തന്നെയാകും മുഖ്യമന്ത്രി. ജെ.ഡി.യുവിന് പുറമെ ബീഹാർ തെരഞ്ഞെടുപ്പിൽ കരുത്തുകാട്ടിയത് ചിരാഗ് പാസ്വാനാണ്. വലിയ മുന്നേറ്റം നടത്തിയ ചിരാഗ് പാസ്വാൻ കൂടുതൽ ശക്തനാകാനുള്ള നീക്കങ്ങളാണ് നടത്തുന്നത്. SIR നടപ്പാക്കിയതും സ്ത്രീകൾക്ക് 10,000 രൂപ പ്രഖ്യാപിച്ചതിലൂടെ വനിതാ വോട്ടുകൾ ഉറപ്പിക്കാൻ കഴിഞ്ഞതും എൻ.ഡി.എക്ക് വലിയ തോതിൽ ഗുണം ചെയ്തു. യാദവ ന്യൂനപക്ഷ വോട്ടുകളടക്കം നേടാനും എൻ.ഡി.എക്ക് കഴിഞ്ഞിട്ടുണ്ട്. അതേസമയം പ്രശാന്ത് കിഷോർ, അസദുദ്ദീൻ ഒവൈസി ഉൾപ്പെടെയുള്ളവർ തെരഞ്ഞെടുപ്പിൽ വോട്ട് കട്ടറായതും എൻ.ഡി.എ വലിയ തോതിൽ സഹായിച്ചിട്ടുണ്ട്. മഹാഗഠബന്ധൻ വോട്ടുകൊള്ള ഉൾപ്പെടെ നിരവധി ആരോപണങ്ങൾ ഉയർത്തിക്കാട്ടിയെങ്കിലും അതൊന്നും വോട്ടാക്കി മാറ്റാൻ കഴിഞ്ഞില്ലെന്ന് മാത്രമല്ല ഏറ്റവും വലിയ തിരിച്ചടി നേരിടുകയും ചെയ്തു. കൈരളി ന്യൂസ്, ദില്ലി.